ആണ്. അരുണുമാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ക്യാൻറ്റീൻ കിട്ടിയതാ. കുട്ടീനെ വെച്ച് നോക്കുമ്പോ കുറച്ച് ഈസി അല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഗേൾ ആയതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ പേടി തോന്നാറില്ലേ? എനിക്കങ്ങനെ പേടി എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് വളരെ കുറവാണ്. എനിക്കങ്ങനെ പേടി തോന്നാറില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് പിന്നെ അടുത്തൊരു കോട്ട് ഇട്ടേക്കുന്നത് LGBTQ+IA. ഓക്കെ, ഞാൻ ബൈസെക്ഷൽ ആണ്. അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. പുറത്ത് ചോദിക്കാണ്, ഇപ്പൊ ഭാവിയിൽ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുമ്പോ അത് എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെയൊന്നും ഒരുപാട് ചിന്തിച്ചെത്തിയിട്ടില്ല. അതിനി പാർട്ട്ണറെ തേടുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ ബോഡി പിയേഴ്സിംഗ് ഒക്കെ ഞാൻ മൂക്കുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ പിയേഴ്സ് ചെയ്യാൻ അത് പേടിയില്ലേ? ലൈക്ക് പെയിൻ അല്ലേ? എനിക്ക് ആക്ച്വലി പേടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. എനിക്ക് എന്തെങ്കിലും കാര്യത്തിനോട് പേടി ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ചെയ്യാതിരിക്കാറില്ല. യാത്ര എന്ന് പറയുന്നത് എല്ലാം അനുഭവങ്ങൾ, എല്ലാം തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിയാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേദനയാണെങ്കിൽ പോലും ഞാൻ ചെയ്യാറുണ്ട്. അതിന് ആഫ്രിക്ക തന്നെയാണ്, എത്യോപ്യയിലാണത്. എന്താ ആചാരം? ആചാരമല്ല ആക്ച്വലി അത്, അതായത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. സ്ത്രീകള് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ഒരു മുണ്ട് പോലെ. പക്ഷെ മോൾ ഭാഗത്ത് അവര് വസ്ത്രമൊന്നും ധരിക്കില്ല. പക്ഷെ അവരുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മൊത്തം മാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്താ എന്റെ ഉദ്ദേശം? പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ വസ്ത്രം ഇല്ലാതെ, മോൾ വസ്ത്രം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക.